എൻ്റെ പേര് സൗമ്യ. ഞാൻ എഡ്യൂർ ലേണിംഗിലെ അക്കൗണ്ടിങ് ഫാക്കൾട്ടിയാണ്. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ്സുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അക്കൗണ്ടിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കം എങ്ങനെയായിരിക്കണം, അക്കൗണ്ടിങ്ങിലെ തുടക്കം എങ്ങനെയായിരിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കോർ എലമെൻറ്റ്സ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, കോർ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അക്കൗണ്ടിങ്ങിന് 4 പ്രധാന എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ലൈബിലിറ്റീസ്, പിന്നെ അസറ്റ്സ്, എക്സ്പെൻസ്, ഇൻകം. ഈ 4 എലമെൻറ്റ്സാണ് അക്കൗണ്ടിങ്ങിൻ്റെ കോർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ 4 എലമെൻറ്റ്സും എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലൈബിലിറ്റീസാണ് ആദ്യത്തെ എലമെൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ബിസിനസ്സിന് എവരി ബിസിനസ് ഹാവ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഒരു സെപ്പറേറ്റ് അതിൻ്റെ മുതലാളിയിൽ നിന്നും അല്ലെങ്കിൽ നടത്തിപ്പുകാരിൽ നിന്നും പ്രത്യേകമായിട്ടൊരു എൻറ്റിറ്റിയാണ് ഓരോ ബിസിനസ്സിനും ഉള്ളത്. അപ്പോൾ ലൈബിലിറ്റീസ് എന്തുകൊണ്ട് ആദ്യം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നടത്തിപ്പുകാരനിൽ നിന്നും, അതായത് ഒരു ഇൻവെസ്റ്ററിൽ നിന്നും കടം വാങ്ങിക്കൊണ്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കടത്തിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ മൂലധനം എപ്പോഴും ഒരു ബാധ്യതയാണ് ഫേമിനെ സംബന്ധിച്ച്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. കാരണം എപ്പോഴാണോ ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം, ഈ ക്യാപിറ്റൽ അയാൾക്ക് തിരിച്ച് കൊടുക്കണം എന്നുള്ളതാണ്, കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലാണ് ബിസിനസ് എന്ത് ചെയ്തു എന്ന് പറയാൻ ലാഭത്തിൽ ആണ് എന്ന് പറയാവുന്നത്. അപ്പോൾ വാട്ട് ഈസ് ലൈബിലിറ്റീസ്? എ ലൈബിലിറ്റി ഈസ് എ present obligation of a business arising from past transactions which will result in an outflow of economic resources in the future. അതെന്താണ്? പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ്, ആ പ്രസൻറ്റിലുള്ള ഒരു ബാധ്യതയാണ്. എറൈസിങ് ഫ്രം പാസ്റ്റ് ട്രാൻസാക്ഷൻസ്, നേരത്തെ നടന്ന ട്രാൻസാക്ഷൻസിൽ നിന്നും. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുകയാണ്, ഒന്നുകിൽ ബിസിനസ്സിൻ്റെ പേരിൽ ലോൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു പാസ്റ്റ് ട്രാൻസാക്ഷൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു പ്രസൻറ്റിലുള്ള ബിസിനസ്സിൻ്റെ ഒരു ഒബ്ലിഗേഷനാണ്. വിച്ച് വിൽ റിസൾട്ട് ഇൻ, ഇത് എന്തിലോട്ടാണ് റിസൾട്ട് ചെയ്യുന്നത്? ആൻ ഔട്ട്ഫ്ലോ ഓഫ് എക്കണോമിക് റിസോഴ്സസ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എക്കണോമിക് റിസോഴ്സസ് ബിസിനസ്സിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാസ്റ്റിൽ നടന്നൊരു ട്രാൻസാക്ഷൻ്റെ ബേസിൽ പ്രസൻറ്റിലുണ്ടായിരിക്കുന്ന ഒരു ബാധ്യതയാണ് എന്തെന്ന് പറയുന്നത്, ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈബിലിറ്റീസിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈബിലിറ്റീസ് ഉണ്ട്. അതിൽ മെയിനായിട്ടും ലൈബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഓൺ ഡിഫറെൻറ്റ് ബേസസ് ഓൺ ടൈം, നാച്ചർ ആൻഡ് സർട്ടനിറ്റി. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ പീരീഡ്, ഒരു ലൈബിലിറ്റിയുടെ പീരീഡ് അനുസരിച്ച് അതിനെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയാം. കറണ്ട് ലൈബിലിറ്റീസ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ്, പീരീഡ് അനുസരിച്ച് കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. കറണ്ട് ലൈബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ലിഗേഷൻ ദാറ്റ് ആർ പേയബിൾ വിത്തിൻ 1 ഇയർ. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ, ഒരു അക്കൗണ്ടിങ് ഇയറിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ലൈബിലിറ്റീസിന് നമുക്ക് എന്തെന്ന് പറയാം, കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയാം. വിത്തിൻ എ ഷോർട്ട് പീരീഡ്. ഓക്കെ, പീരീഡ് ബേസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വിത്തിൻ എ ഷോർട്ട് പീരീഡ് നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമുക്ക് എന്തെന്ന് പറയാം, കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കറണ്ട് ലൈബിലിറ്റീസ് പിന്നെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ആ ഒരു അടുത്ത പീരീഡിൽ തന്നെ അത് എക്സ്പെൻസായി മാറുകയോ അല്ലെങ്കിൽ എന്താണ് ഇൻകമായി കൺവേർട്ട് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം കറണ്ട് ലൈബിലിറ്റീസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയുന്നത് ക്രെഡിറ്റേഴ്സിന് നമുക്കിപ്പോൾ ഒരു സാമ്പത്തിക വർഷമൊന്നും നമുക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കൂടുതലുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം. എന്നാലും നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു ക്രെഡിറ്റർ ആണ് എങ്കിൽ, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ, ബിസിനസ് ആർക്കാണോ ക്യാഷ് കൊടുക്കാനുള്ളത്, ആരിൽ നിന്നാണോ ബിസിനസ് കടം വാങ്ങിയത്, അവർ ക്രെഡിറ്റേഴ്സാണ് അല്ലേ. അപ്പോൾ അവരെ എന്താണ്, നമ്മുടെ കറണ്ട് ലൈബിലിറ്റിയാണ്, ഉടനെ തന്നെ കൊടുത്തു തീർക്കേണ്ടി വരും. അടുത്ത ബിൽസ് പേയബിൾ. നമ്മൾ ബിൽ മുഖാന്തരം എന്തെങ്കിലും ക്യാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അകത്ത്, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അകത്ത് കൊടുത്തു തീർക്കേണ്ടതാണെങ്കിൽ അത് കറണ്ട് ലൈബിലിറ്റിയാണ്. ദെൻ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ അത് അടച്ചു കൊണ്ടുവരിക്കണം. ഓരോ പെർ മന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പേയ്മെൻറ്റ് വരണം. അടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കറണ്ട് ലൈബിലിറ്റീസ് ആകുന്നു. നമ്മൾ കൊടുത്ത് തീർക്കേണ്ട ഡേറ്റ് ആയിട്ട് കൊടുത്തു തീർക്കാത്ത എമൗണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതൊരു കറണ്ട് ലൈബിലിറ്റിയാണ്. എത്രയും പെട്ടെന്ന് അത് കൊടുക്കേണ്ടതാണ്.
ദെൻ ഷോർട്ട് ടൈം ലോൺസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റിയാണ്. അത് റിസീവ് ചെയ്യേണ്ട പീരീഡ് തൊട്ടടുത്ത് തന്നെ വരികയാണെങ്കിൽ എന്തായി മാറിക്കോളും? അത് ഇൻകമായി മാറിക്കോളും. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ്, അതായത് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് കിട്ടുന്ന, അത് എപ്പോഴും നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ അത് ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമുക്ക് കിട്ടുന്ന ഓരോ വരുമാനത്തിൻ്റെ അകത്തും നമ്മൾ പേ ചെയ്യേണ്ട ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ ടാക്സ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി വയ്ക്കുന്നു. അപ്പോൾ അത് എപ്പോഴാണോ അടയ്ക്കേണ്ട തീയതി ആ സമയത്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സും ഒരു കറണ്ട് ലൈബിലിറ്റിയാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഷോർട്ട് പീരീഡിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റീസിനെല്ലാം കറണ്ട് ലൈബിലിറ്റി എന്ന് നമ്മൾ പറയുന്നു. അടുത്ത നോൺ കറണ്ട് ലൈബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടൈം ലൈബിലിറ്റീസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു ലോങ് പീരീഡ് അല്ലെ, ഒരു ഫിനാൻഷ്യൽ ഇയറിനേക്കാൾ കൂടുതൽ ടൈം ഒരു കടം കൊടുത്തു തീർക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കറണ്ട് ലൈബിലിറ്റീസ് ആർ പേയബിൾ ആഫ്റ്റർ മോർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കൂടുതലുള്ളൊരു പീരീഡ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ തുക കൊടുത്തു തീർക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് പറയുന്നു. അത് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണോ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, മോർഗേജ് ലോൺസ്, ഇതെല്ലാം ഒരു ഫിനാൻഷ്യൽ ഇയറിലത്തേക്ക് നമ്മൾ എടുക്കാറില്ലല്ലോ. അപ്പോൾ അത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു പോകും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിനേക്കാൾ കൂടുതൽ കാലയളവിൽ ത്തേക്ക് നമ്മൾ ബിസിനസ്സിൽ എന്തെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നാച്ചർ. ട്രേഡ് ലൈബിലിറ്റീസ്. അപ്പോൾ ട്രേഡ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അറൈസ് ഡ്യൂ ടു ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ കറണ്ട് ലൈബിലിറ്റീസിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ലൈബിലിറ്റിയാണ്, അതിനെ തന്നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് ട്രേഡ് ലൈബിലിറ്റീസ്. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സ് 2 രീതിയിലുണ്ടാവാം. നമ്മൾ ഗുഡ്സ് ട്രേഡ് നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ക്രെഡിറ്റേഴ്സും ഉണ്ടാവാം, അതല്ലാതെ നമ്മൾ എന്താണ് ക്രെഡിറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുണ്ടാവാം. ക്രെഡിറ്റേഴ്സ് ഒന്ന് നമ്മൾ ട്രേഡ് നടത്തുന്നതിലൂടെ വരുന്ന ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം, അത് നമ്മൾ പർച്ചേസും സെയിലും നടത്തുമ്പോൾ ഉണ്ടാകുന്ന ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ബിൽസ് റിസീവബിൾ അവരും ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരിൽ നിന്നും ബിൽസ് പേയബിൾ അവർ ക്രെഡിറ്റേഴ്സാണ്. കാരണം നമ്മൾ അവരിൽ നിന്ന് എന്ത് ചെയ്യാണ്, കടം വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബിസിനസ് ആവശ്യത്തിലേക്ക് കടം വാങ്ങുന്നതാണ്. മറ്റത് നമ്മൾ ഗുഡ്സ് കടം വാങ്ങുന്നതിലൂടെ വരുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ക്രെഡിറ്റേഴ്സ്, ട്രേഡ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ട്രേഡ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രേഡിലൂടെ അല്ലാതെ കമ്പനിക്ക് ഉണ്ടാകുന്ന ലൈബിലിറ്റീസിനെയാണ് നോൺ ട്രേഡ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ ലോൺസ് ഉണ്ട്. ലോൺ ട്രേഡ് ലൈബിലിറ്റി അല്ലല്ലോ, നമ്മൾ ലോണായിട്ട് എടുക്കുന്നതാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് എന്താ ബാധ്യതയായി മാറുന്നതാണ്. അപ്പോൾ അതൊരു നോൺ ട്രേഡ് ലൈബിലിറ്റിയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതെല്ലാം നോൺ ട്രേഡ് ലൈബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ പീരീഡ് ബേസിലാണെങ്കിൽ എന്ത് പറയും, കറണ്ട് ലൈബിലിറ്റീസ് എന്നും ലോങ് ടൈം ലൈബിലിറ്റീസ് എന്നും പറയുന്നു. ദെൻ നാച്ചുറൻ്റെ ബേസിലാണെങ്കിൽ ട്രേഡ് ലൈബിലിറ്റീസ് എന്നും നോൺ ട്രേഡ് ലൈബിലിറ്റീസ് എന്നും പറയുന്നു. അടുത്ത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സെർട്ടനിറ്റി ഓഫ് എമൗണ്ട്. അപ്പോൾ എമൗണ്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫിക്സഡ് ലൈബിലിറ്റീസ്. ഓക്കെ, ഫിക്സഡ് ലൈബിലിറ്റീസ് ആർ ലൈബിലിറ്റീസ് വെയർ ദ എമൗണ്ട് പേയബിൾ ഈസ് സെർട്ടൻ ആൻഡ് നോൺ. നമുക്ക് കൃത്യമായി അറിയാം ആ ലൈബിലിറ്റി എത്രയാണ് എന്നുള്ളത് കൃത്യമായി അറിയാമെങ്കിൽ അതിനെ ഫിക്സഡ് ലൈബിലിറ്റി എന്ന് പറയുന്നു. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് അത് ഫിക്സഡ് ലൈബിലിറ്റിയാണ്. നമുക്ക് അറിയാമല്ലോ അവർക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമല്ലോ. ബിൽസ് പേയബിളോ ഡിബഞ്ചേഴ്സ് ബാങ്ക് ലോണൊക്കെ നമുക്കറിയാം എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിനെ എമൗണ്ടിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ അതിനെ ഫിക്സഡ് ലൈബിലിറ്റി എന്നും എന്ത് ചെയ്യും, കണ്ടിജൻറ്റ് ലൈബിലിറ്റീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ കണ്ടിജൻറ്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഓബ്ലിഗേഷനാണ് ദാറ്റ് അറൈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് ഫ്യൂച്ചർ അൺസർട്ടൈൻ ഈവൻറ്റ്. അതായത് നമ്മുടെ ഫിക്സഡ് ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, കമ്പനിക്ക് ഇത്ര രൂപ ലോൺ അടയ്ക്കാനുണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ ഇത്ര രൂപ കൊടുക്കാനുണ്ട്, നമുക്ക് ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്സ് എടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ കണ്ടിജൻറ്റ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തുവാണ് ഭാവിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടായേക്കാവുന്ന, ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തെഫ്റ്റ് ആയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബാധ്യത എത്രയാണ്, നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ അത്രയും കുറയും.
അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അതായത് ലൈബിലിറ്റി ഫോർ പെൻഡിങ് ലാസ്റ്റ് സ്യൂട്ട്സ്, എന്തെങ്കിലും നമുക്ക് നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബിൽ ഡിസ്കൗണ്ട്, ഗ്യാരണ്ടീസ് ഗിവൺ, ഇതൊക്കെ ഞാൻ വല്ല അൺസർട്ടൈൻ ആയിട്ടുള്ള സംഗതികളാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിലെ അൺസർട്ടൈൻ ആയിട്ടുള്ള ഇവൻസിൽ നിന്നും വരാൻ സാധ്യതയുള്ള ലൈബിലിറ്റീസിന് നമുക്ക് കണ്ടിജൻറ്റ് ലൈബിലിറ്റീസ് എന്ന് പറയാം. ദേ ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ബട്ട് ഷോൺ ഇൻ ദ ആസ് ഫുട് നോട്ട്. ഇത് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ ലൈബിലിറ്റീസ് വരില്ല, പക്ഷേ ഫുട് നോട്ടായിട്ട് കൊടുക്കും. അതിനൊരു പ്രൊവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻറ്റേർണൽ ലൈബിലിറ്റീസ്. ഇൻറ്റേർണൽ ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അകത്ത് വന്നിരിക്കുന്ന ലൈബിലിറ്റീസിനെ ഇൻറ്റേർണൽ ലൈബിലിറ്റീസ് എന്ന് പറയാം. ഇൻറ്റേർണൽ ലൈബിലിറ്റീസ് ആർ എമൗണ്ട്സ് പേയബിൾ ടു ഓണേഴ്സ് ഓർ റിട്ടേൺഡ് വിത്ത് ദ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെ ഉള്ള ഇത്. ഈ ക്ലാസിഫിക്കേഷനൊക്കെ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡെസൊല്യൂഷനൊക്കെ വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ലൈബിലിറ്റീസിന് എന്ത് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക് തോന്നിയാൽ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ബേസിലും ഉണ്ട്. കാരണം എന്താണ്, ഈ പിന്നെ ലൈബിലിറ്റീസിൻ്റെ ഓണർഷിപ്പ് ബേസിൽ എന്ത് വരുന്നുണ്ട്, ഏത് ലൈബിലിറ്റി ആദ്യം പേ ഓഫ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് റിലവൻ്റ് ആണ്. എല്ലാം ഒരേ തരത്തിലുള്ള എക്സാമ്പിൾസാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് റിലവൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റേർണലി കമ്പനിക്ക് അകത്ത് തന്നെയുള്ള ലൈബിലിറ്റീസ് നമ്മളെന്ത് പറയുന്നു, ഇൻറ്റേർണൽ ലൈബിലിറ്റീസ് എന്ന് പറയുന്നു. എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, പുറത്തുള്ള ആൾക്കാർക്ക്, കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റീസിന് നമ്മളെന്ന് പറയുന്നു എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി നമ്മൾ ലോണിന് എഗനിസ്റ്റ്, നമ്മുടെ ഏതെങ്കിലും ലൈബിലിറ്റിക്ക് എഗനിസ്റ്റ് നമ്മൾ സെക്യൂരിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സെക്യൂർഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂർഡ് ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മോർഗേജ് ലോൺസ്, നമ്മൾ എന്തെങ്കിലും അസറ്റ് വാങ്ങുമ്പോൾ അതിന് നമ്മൾ ലോണിലാണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ ആ ലോൺ അടഞ്ഞ് തീരുന്ന കാലാവധി വരെ ആ അസറ്റ് അതിനെന്താണ് എഗനിസ്റ്റ് സെക്യൂർഡായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ലോൺ അടച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്നും ആ അസറ്റ് എന്ത് ചെയ്യും, അവർ തിരിച്ചെടുക്കും. അതുപോലെ സെക്യൂർഡ് ഡിബഞ്ചേഴ്സോ ടേം ലോൺസ് ഫ്രം ബാങ്ക്, എന്തെങ്കിലും കൊളാട്രൽ സെക്യൂരിറ്റിയുടെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നുവെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് സെക്യൂർഡ് ലൈബിലിറ്റീസാണ്. അപ്പോൾ അൺസെക്യൂർഡ് ലൈബിലിറ്റീസ് നമുക്കറിയാം, അൺസെക്യൂർഡ് ലോൺസ് അല്ലേ, നമ്മൾ ഒരു സെക്യൂരിറ്റിയും ഇല്ല, നമ്മുടെ ട്രേഡിലൂടെയോ അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ഈ പറഞ്ഞ പിന്നെ അല്ലാതെ ആൾക്കാർ വ്യക്തിപരമായിട്ട് നമ്മൾ കടം വാങ്ങുന്നുണ്ട് എങ്കിൽ, വേറെ സെക്യൂരിറ്റി ഒന്നുമില്ല കടം വാങ്ങുന്നുവെങ്കിൽ അത് അൺസെക്യൂർഡ് ലോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ലൈബിലിറ്റീസിന് രണ്ട് മൂന്ന് തരത്തിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തി. ഒന്ന് നമ്മൾ പീരീഡ് ബേസിൽ ലോങ് ടൈം ലൈബിലിറ്റീസ് എന്നും കറണ്ട് ലൈബിലിറ്റീസ് എന്നും ലോങ് ടൈം ലൈബിലിറ്റീസ് എന്നും പറഞ്ഞു. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നാച്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫിക്കേഷൻ ചെയ്തു. ദെൻ അടുത്ത സെക്യൂരിറ്റി ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തു. പിന്നെ എന്താണ്, ഓണർഷിപ്പിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതെല്ലാം ഒരേ സംഗതികളാണോ, എക്സാമ്പിൾസ് ആണ് എങ്കിലും നമ്മളത് ഡിഫറൻറ്റ് സ്ഥലത്ത്, അതൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കുമ്പോൾ അത് എന്ത് ബേസിൽ അതിൻ്റെ പിന്നെ ഓണർഷിപ്പ് എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമിലോട്ട് വരുമ്പോൾ അതിൻ്റെ നാച്ചർ എന്താവുന്നു, അത് ഒരു കമ്പനിയിലോട്ട് വരുമ്പോൾ നാച്ചർ എന്താവുന്നു, ഇതിനെ ബേസ് ചെയ്താണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് എല്ലാം വരുന്നത്. ബേസിക്കലി കമ്പനി ആർക്കൊക്കെ കാശ് കൊടുക്കാനുണ്ടോ അതെല്ലാം കമ്പനിയുടെ ലൈബിലിറ്റി ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻസ്. ഓൺ ദ ബേസിസ് ടൈപ്സ് ഓഫ് ലൈബിലിറ്റീസ്, ടൈം, കറണ്ട്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ടൈം, കറണ്ട്, നോൺ കറണ്ട്, നാച്ചർ, ട്രേഡ്, നോൺ ട്രേഡ്, സെർട്ടനിറ്റി, ഫിക്സഡ് ആൻഡ് കണ്ടിജൻറ്റ്, ഓണർഷിപ്പ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, സെക്യൂരിറ്റി, സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ്. അപ്പോൾ അടുത്ത് അസറ്റ് അല്ലേ, ലൈബിലിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈബിലിറ്റിയുടെ ഡെഫിനേഷൻ വാട്ട് ഈസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഫ്യൂച്ചറിൽ അസറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ലൈബിലിറ്റീസ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തുണ്ടാകും, ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അസറ്റും ഉണ്ടാകും. അത് നമ്മുടെ ലൈഫിലാണെങ്കിലും ശരി, ലൈബിലിറ്റീസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അസറ്റും ഉണ്ടാകും. എന്നാൽ എല്ലാ അസറ്റും ഉണ്ടാകാൻ ലൈബിലിറ്റി ആവണം എന്നില്ല കേട്ടോ. നല്ല സേവിങ്സ് കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ആവശ്യം വരില്ല,
അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ലൈബിലിറ്റിയുടെ ആവശ്യം വരില്ല. ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു അസറ്റ് കുറയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻ അസറ്റ് ഈസ് എനി റിസോഴ്സ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, corporation or government that holds economic value and is expected to provide future financial benefits. Assets are used to generate revenue, produce goods or reduce expenses. അതായത് ആരുടെ കയ്യിലാണോ, അതിൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലായാലും അതൊരു കോർപ്പറേഷൻ്റെ കയ്യിലാണെങ്കിലും അതൊരു ഗവൺമെൻറ് ഫേമിൻ്റെ കയ്യിലിരുന്നാലും ശരി, എന്ത് ചെയ്യുന്നതാണ്, ഫിനാൻഷ്യൽ വാല്യൂ, മണിയോ വാല്യൂ ഉള്ള എന്ത് തിങ്സ് ആ വ്യക്തിക്കോ ആ സ്ഥാപനത്തിനോ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള മണിയോ വാല്യൂ ആയിട്ടുള്ള എന്ത് തിങ്സ് ഉണ്ടെങ്കിലും അതിന് നമുക്ക് അസറ്റ് എന്ന് പറയാം. നോർമലി അസറ്റ് എന്തിന് ഇത് ചെയ്യുന്നു, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കാരണമാകുന്നു അസറ്റ്. ഓക്കെ, നമ്മുടെ ഉള്ള അസറ്റുകളെല്ലാം റവന്യൂ ജനറേറ്റ് ആക്കുവാൻ കാരണമാകുന്ന അറിയാമല്ലോ. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റാണ്. ആ അസറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു റവന്യൂ കിട്ടുന്നു അല്ലേ. അപ്പോൾ എല്ലാ അസറ്റുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റവന്യൂ ജനറേറ്റ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു മോട്ടോർ ബൈക്ക് നമുക്ക് എങ്ങനെയാണത് റവന്യൂ തരുന്നത്, നമ്മൾ ഡെയിലി ഓഫീസിൽ പോകുന്നത് ആ വണ്ടിയിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് റവന്യൂ ജനറേറ്റ് ആവാൻ വേണ്ടി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ സംഗതി ചെയ്യുകയാണ് ആ മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ അസറ്റുകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അസറ്റ്സുകൾക്കും ഉണ്ട് ക്ലാസിഫിക്കേഷൻ പല തരത്തിൽ. അപ്പോൾ ഒന്ന് കറണ്ട് അസറ്റ്. എന്താണ് കറണ്ട് അസറ്റ്? കറണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അസറ്റ്സ് എക്സ്പെക്റ്റഡ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 year ഓൺ ഓപ്പറേഷൻ സൈക്കിൾ. ഇതൊന്നുമല്ല, എന്തുവാണ്, ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാഷിൻ്റെ അത്യാവശ്യം വന്നാൽ, നമുക്ക് പൈസയായിട്ട് ഡീൽ ചെയ്യേണ്ട അത്യാവശ്യം വന്നാൽ, അങ്ങനെ ക്യാഷിൻ്റെ ഫോർമാറ്റിലോട്ട് പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അസറ്റുകളെ നമുക്ക് എന്തെന്ന് പറയാം, കറണ്ട് അസറ്റുകളെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ക്യാഷ്. നമുക്ക് പെട്ടെന്ന് ട്രാൻസാക്ഷൻ ചെയ്യാം അല്ലേ. ക്യാഷ് എടുത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഇൻവെൻറ്ററി വിറ്റാൽ ഉടനെ നമുക്ക് പൈസ കിട്ടും. അക്കൗണ്ട്സ് റിസീവ്, നമുക്ക് പൈസ തരാനുള്ളവർ തന്നാലേ നമ്മളത് കിട്ടുള്ളൂ. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മുടെ കറണ്ട് അസറ്റുകളാണ്. ഓക്കെ, ഇനി നോൺ കറണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫിക്സഡ് അതായത് ഒരു ലോങ് ഡ്യൂറേഷനിലേക്ക് നമ്മൾ ബിസിനസ്സിലേക്ക് വാങ്ങുന്ന, ഓക്കെ, അല്ലെങ്കിൽ വ്യക്തികൾ വാങ്ങുന്ന എന്തിനെയാണ്, അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്യാഷ് കൊടുത്താൽ ഉറപ്പായിട്ടും ക്യാഷ് കിട്ടും, പക്ഷേ അത് എന്ത് ചെയ്യണമെന്നില്ല, അതിൻ്റെ അത്രയും തന്നെ വാല്യൂ നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊക്കെ നമുക്ക് ഫിക്സഡ് അസറ്റിന് എന്താണ് എക്സാമ്പിൾസാണ്. അടുത്ത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അപ്പോൾ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ്. അപ്പോൾ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയം തോന്നാം അല്ലേ. ഉണ്ടാകും. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ, വെഹിക്കിൾസ്, എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ അസറ്റ്സ് വിത്തൗട്ട് ഫിസിക്കൽ ഫോം ബട്ട് വിത്ത് വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗുഡ് വില്ല്, പാറ്റൻസ്, ട്രേഡ് മാർക്സ്, കോപ്പി റൈറ്റ്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയുള്ള അസറ്റുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, പക്ഷേ ഇവയെല്ലാം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം തന്നെ ബാലൻസ് ഷീറ്റിൽ വരുന്ന അസറ്റുകളാണ്. ഇതിനൊക്കെ എന്തുണ്ട്, വാല്യൂ ആഡ് ആവുന്നുണ്ട്. അതിനൊക്കെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരു കമ്പനിയുടെ ഗുഡ് വില്ല് അസസ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും നമുക്ക് ഉണ്ട്. അടുത്ത് ഓപ്പറേറ്റ് ബേസ്ഡ് ഓൺ യൂസേജ് ആണ്. ഉപയോഗത്തിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓപ്പറേറ്റിംഗ് അസറ്റും നോൺ ഓപ്പറേറ്റിംഗ് അസറ്റും. ഈ ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലേ, മെഷീനറി, ഓഫീസ് എക്യുപ്മെൻറ്റ് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന അസറ്റുകളാണ്. ഇതെല്ലാം എന്ത് ചെയ്യും, ഇതിൻ്റെ വാല്യൂവിൽ കുറവ് വന്നുകൊണ്ട് അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് പറയാൻ കാരണം. ഇതിനെല്ലാം ഈ ക്ലാസിഫിക്കേഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്രീസിയേഷൻ എടുക്കുന്ന സമയത്ത് ഓരോ അസറ്റുകൾക്കും പലതരത്തിലുള്ള ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജസ് ആണുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് അസറ്റിന് മെഷീനറി, ഓഫീസ് എക്യുപ്മെൻറ്റ്, ഇൻവെൻറ്ററി, ഈ പറഞ്ഞതിനെല്ലാം എന്തുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഡിപ്രീസിയേഷൻ അല്ല എന്തെന്ന് പറയുന്നത് നോൺ ഓപ്പറേറ്റിംഗ് അസറ്റ് ആയിട്ടുള്ള ഐഡിൽ ലാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോപ്പർട്ടീസിനൊന്നും എടുക്കുന്നത് എന്തെല്ലാം അത്തരത്തിലുള്ള
ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുന്ന അസറ്റുകൾ അല്ല. അതിന് ഡിപ്രീസിയേഷൻ അല്ല, ചിലപ്പോൾ അപ്രീസിയേഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ യൂസേജിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റ്സിനെ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് അസറ്റ് എന്നും നോൺ ഓപ്പറേറ്റിംഗ് അസറ്റ് എന്നും പറയുന്നത്. അടുത്തെന്താണ്, ഓപ്പറേഷൻ സൈക്കിൾ വെച്ചിട്ട്. ഓപ്പറേഷൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു ഡ്യൂറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ടൈം അസറ്റ്സ്, അത് ഷോർട്ട് ടൈം അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ ഒരു 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 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യാം, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു അസറ്റ് ഉപയോഗിക്കുന്ന കാലാവധി വെച്ചിട്ടുണ്ട് എന്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ഉപയോഗത്തിലുള്ള കാലാവധി അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. റാ മെറ്റീരിയൽസും ഡെപ്റ്റേഴ്സും ഒക്കെ നമുക്ക് എത്ര നാൾ വരെ അസറ്റ് നമ്മൾ ഉടനെ തന്നെ അത് യൂസ് ചെയ്യും അല്ലേ, പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുന്ന അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, റാ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് നമുക്ക് എപ്പോൾ വേണോ നമുക്ക് അവർ തന്നു തീർക്കും. അപ്പോൾ ഒരുപാട് ഡ്യൂറേഷൻ വരില്ല. അങ്ങനെയുള്ള ഷോർട്ട് ടൈം യൂസേജ് വരുന്നതിനെയാണ് ഷോർട്ട് ടൈം അസറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ലോങ് ടൈം അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫിക്സഡ് അസറ്റ് തന്നെയാണ് അല്ലേ. ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞ ലോങ് ടൈം അസറ്റ്സിൻ്റെ അകത്ത് പറയാം. അടുത്ത് ഓണർഷിപ്പിൻ്റെ ബേസിൽ, നമ്മൾ ഓണർഷിപ്പിൻ്റെ ബേസിൽ ലൈബിലിറ്റീസ് പറഞ്ഞു അല്ലേ, ഇൻറ്റേർണൽ ലൈബിലിറ്റി എന്നും എക്സ്റ്റേണൽ ലൈബിലിറ്റി എന്നും പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ ഓണർഷിപ്പിന് അസറ്റ്സ് വരുന്നത്. ഓൺഡ് അസറ്റും ലീസ്ഡ് അസറ്റ്സും ഉണ്ട്. ഓക്കെ, ഓൺഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റേതായിട്ടുള്ള തന്നെ അസറ്റുകളാണ് ഓൺഡ് അസറ്റ് എന്ന് പറയുന്നത്. ലീസ്ഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാലോ, നമ്മളിപ്പോൾ ഒരു ദീർഘകാലത്തേക്ക് ഒരു 5 വർഷത്തേക്കൊക്കെ ലീസ്ഡ് മെഷീനറിയൊക്കെ നമ്മൾ ലീസിന് എടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് നമ്മൾ ലീസിന് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൺട്രോളിലുണ്ടായിരിക്കുന്ന സമയത്ത് അതിന് നമുക്ക് എന്താ പറയാം, നമ്മുടെ അസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലീസ്ഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് യൂസ്ഡ് അണ്ടർ ലീസ് എഗ്രിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിൽഡിങ്ങൊക്കെ ഓഫീസ് സ്പേസൊക്കെ നമ്മൾ റെൻറ്റിനെടുത്ത് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ റെൻറ്റ് ആ സമയത്ത് നമ്മൾ ലീസിനാണ് എടുത്തിരിക്കുന്നതിൽ അതൊരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എടുത്തേക്കുക അല്ലേ. അപ്പോൾ ആ സമയത്ത് അത് നമ്മുടെ അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ്. ഒരു 5 വർഷത്തേക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ലീസിന് എടുക്കുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ ടൈമിൽ നമ്മൾ ലീസിന് എടുത്തിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ എന്താണ്, ലീസ്ഡ് അസറ്റുമാണ്, എന്താണ് ലോങ് ടൈം അസറ്റുമാണ് അതല്ലേ. ഓക്കെ, അപ്പോൾ ലീസ്ഡ് മെഷീനറിയും ഓഫീസ് സ്പേസും ഒക്കെ അതിനുള്ള എക്സാമ്പിൾസാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നാച്ചർ ഇൻ അക്കൗണ്ടിങ്ങിൽ നാച്ചർ അനുസരിച്ച് അസറ്റ്സിനെ ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും പറയുന്നു, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസറ്റ് എന്നും പറയുന്നു. എന്താണ് ഫിക്സഡ് അസറ്റ്? ഫിക്സഡ് ആയിട്ട് നമുക്ക് ഒരു ഫിക്സഡ് പീരീഡിലത്തേക്ക് അസറ്റ് നമ്മളിൽ ഉണ്ടാകും, കുറച്ച് ലോങ് ടൈം ആയിട്ട് ഉണ്ടാകുന്ന അസറ്റുകൾ നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നു. ഈസിലി കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ്, അല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന അസറ്റുകൾ നമ്മൾ എന്തെന്ന് പറയുന്നു, കറണ്ട് അസറ്റ് എന്ന് പറയുന്നു. ക്യാഷും സ്റ്റോക്കും ബാങ്ക് അക്കൗണ്ടും ഒക്കെ നമുക്ക് കറണ്ട് അസറ്റിന് എക്സാമ്പിളായിട്ട് പറയാം. കാരണം അത് എന്ത് ചെയ്യുന്നു, ഡേ ടു ഡേ ട്രാൻസാക്ഷൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റുകളാണ്. ഓക്കെ, അപ്പോൾ based on liquidity, current asset and non-current asset, based on nature, tangible and intangible, usage, operating asset and non-operating asset, operating cycle ആണെങ്കിൽ short time and long time asset, ownership ആണെങ്കിൽ owned assets and leased assets. In accounting nature ആണെങ്കിൽ fixed asset and floating asset or current asset. അടുത്ത് നമുക്ക് എക്സ്പെൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അസറ്റ്സും ലൈബിലിറ്റീസും എന്ന് പറഞ്ഞാൽ രണ്ട് എന്താണ് കോർ എലമെൻറ്റ്സ്. അത് ഷോ ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് എന്ത് ചെയ്യുന്നത്, അസറ്റ്സും ലൈബിലിറ്റീസും വരുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു കമ്പനിയുടെ അസറ്റും ലൈബിലിറ്റിയും അറിയാൻ പറ്റും. അതിൽ നിന്നും ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഔട്ട്സൈഡെന്ന് അറിയാൻ പറ്റും. ഒരു ബാലൻസ് ഷീറ്റ് കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. അപ്പോൾ ഈ അസറ്റ്സും ലൈബിലിറ്റീസും വരുമ്പോൾ ഇതിന് പുറകെ വരുന്ന 2 കോർ എലമെൻസാണ് എക്സ്പെൻസ് ആൻഡ് ഇൻകം. അതിൽ നമുക്ക് എക്സ്പെൻസ് വെച്ച് നോക്കാം. എക്സ്പെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. An expense is money spent or cost incurred to run a business and earn revenue. അതായത് ഒരു ബിസിനസ്സിൽ റവന്യൂ ഉണ്ടാക്കുന്നതിലേക്കായി, വരുമാനം ഉണ്ടാക്കുന്നതിലേക്കായി ചെലവഴിക്കപ്പെടുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്,
ചെലവ് എന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റവന്യൂ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒന്ന് എക്സ്പെൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻസസ് ആണ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻസ് എന്ന് നോക്കാം. ഈ ക്യാപിറ്റൽ എക്സ്പെൻസുകൾ ലോങ് ടൈം ബെനിഫിറ്റ് തരുന്ന എക്സ്പെൻസുകളാണ്. ഓക്കെ, നോട്ട് കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്നത് കൺസ്യൂം ചെയ്ത് തീർക്കുന്ന, ശരിക്കും അസറ്റ് വാങ്ങുന്നത് ഒരു എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. നമ്മൾ അസറ്റ് വാങ്ങുന്നത് അസറ്റാണ്, ഓക്കെ, എന്നാൽ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, നമ്മൾ പേ ചെയ്താണ് മേടിക്കുന്നത്. പക്ഷേ അത് ലോങ് ടൈം യൂസിലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നൊരു എക്സ്പെൻസാണ്. ഈ അസറ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷനായി എഴുതിയ അവസാനം എക്സ്പെൻസിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് അസറ്റുകൾ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്, പർച്ചേസ് ഓഫ് അസറ്റ് ഓർ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയെങ്കിലും ഒരു ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻസസ് എന്ന് പറയാം. അടുത്ത റവന്യൂ എക്സ്പെൻസസ്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന, സ്പെൻഡ് ചെയ്യുന്നതാണ് റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് ഷോർട്ട് ടൈമിനുള്ളിൽ നമുക്ക് കിട്ടും. എന്താണ്, ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമ്മൾ എടുക്കുന്ന പിന്നെ എക്സ്പെൻസുകളാണ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തൊക്കെയാണ്, റെൻറ്റ്, വേജസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ റവന്യൂ എക്സ്പെൻസിന് എക്സാമ്പിളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെൻസസ് ഷോ ചെയ്യുന്നത്. ഇനി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹെവി എക്സ്പെൻസ് ഹൂസ് ബെനിഫിറ്റ് എക്സ്റ്റെൻഡഡ് ഓവർ സെവറൽ ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പിന്നെ എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിട്ടേൺ ഓഫ് ഗ്രാജുവലി, ഇതിനെ എന്ത് ചെയ്യും, ഗ്രാജുവലി ഇത് റൈറ്റ് ഓഫ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഹെവി അഡ്വർടൈസിങ്, പ്രിലിമിനറി എക്സ്പെൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലേ, നമ്മൾ അത് തുടങ്ങുന്നത് ഡേ എന്താണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും അല്ലേ. എന്നാൽ ആ എക്സ്പെൻസുകളൊന്നും തന്നെ എന്തല്ല, എക്സ്പെൻസായി എഴുതി കളയാവുന്നതല്ല. നമുക്ക് ബിസിനസ്സിൽ കുറച്ച് നാളത്തേക്ക് അത് എക്സിസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഓഫീസ് സ്പേസ് റെൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പാർട്ടീഷനൊക്കെ ചെയ്യും അല്ലേ. ആ പാർട്ടീഷനൊക്കെ ചെയ്ത് നമ്മുടെ അസറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ അതിനെ അത്ര വാല്യൂ അതിന് തിരിച്ച് നമ്മൾ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അത് നമ്മുടെ അസറ്റാണ്, അത് നമ്മുടെ ഒരു പ്രിലിമിനറി അസറ്റാണ് അതൊക്കെ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറേശ്ശെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടൈമിൽ നമുക്ക് തന്നെ റൈറ്റ് ഓഫ് ചെയ്ത് എക്സ്പെൻസ് ആക്കി മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അസറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലൂടെ, അതായത് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അസറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. പക്ഷേ എങ്കിലും അത് എന്ത് ചെയ്യും, നമ്മൾ ലോങ് ടൈം കൊണ്ട് നമ്മളതിനെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്ത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ്, അടുത്തത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സെയിലിന് മുമ്പായിട്ടോ ചിലവാകുന്ന എക്സ്പെൻസുകൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ്, ഗുഡ്സിൽ ചിലവാകുന്ന എക്സ്പെൻസുകൾ നമ്മൾ എന്തെന്ന് പറയുന്നു, ഗുഡ്സിൽ അല്ലെങ്കിൽ സർവീസിൽ ഡയറക്റ്റായിട്ട് അതിന് വേണ്ടി അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചിലവാകുന്ന എക്സ്പെൻസുകൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. ഇവിടെ എക്സാമ്പിൾസ് പറയുന്ന റോ മെറ്റീരിയൽസ് അല്ലേ, നമ്മൾ പ്രൊഡക്ഷൻ ഒരു ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ മെറ്റീരിയൽ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റോ മെറ്റീരിയൽ അസറ്റാണെന്ന് പറഞ്ഞു അല്ലേ, കറണ്ട് അസറ്റാണ്. കാരണം എന്താണ്, അത് ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമേ അതെന്തായിരിക്കുള്ളൂ, നമുക്ക് അസറ്റായിരിക്കുകയുള്ളൂ അല്ലേ. അത് നമുക്ക് ഡേ ടു ഡേ നമ്മുടെ ഇതിൻ്റെ അത് ട്രേഡിൽ വരുന്നതുകൊണ്ട് തന്നെ അതെന്താണ്, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസാണ്. ഇൻകം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്ന എക്സ്പെൻസാണ്, ഡയറക്റ്റ് എക്സ്പെൻസാണ്. ഫാക്ടറി വേജസ്, ഫാക്ടറിയിൽ നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിന് നമ്മൾ വേജസ് എന്നാണ് പറയുക, കൂലി എന്നാണ് പറയുക. അത് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, പിന്നെ ക്യാരേജ് ഇൻവേഡ്, നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി, നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെൻസിന് എന്താണ്, ക്യാരേജ് എക്സ്പെൻസ് നമ്മൾ എന്തെന്ന് പറയുന്നു, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുക. ഓക്കെ,
അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് ലിങ്ക് അല്ലാത്ത എക്സ്പെൻസുകൾ നമ്മൾ എന്തെന്ന് പറയാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ടറിയുമായി ഈ എക്സ്പെൻസുകൾക്ക് യാതൊരു ബന്ധവും വരില്ല. ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുക, ഇൻവോൾവ് ആവുക. നമ്മുടെ ഓഫീസ് റെൻറ്റ്, സാലറീസ്, ഇങ്ങനെ ഡേ ടു ഡേ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്. ഇപ്പോൾ ഫാക്ടറിയുടെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അതെന്ത് വരും, ഡയറക്റ്റ് എക്സ്പെൻസിൽ വരും. ഓക്കെ, ഫാക്ടറിയുടെ റെൻ്റ് ആണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരും. ഓക്കെ, അപ്പോൾ ഫാക്ടറിയുടെ അല്ലാതെ വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഫിക്സഡ് എക്സ്പെൻസസ്. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ പീരീഡ് വെച്ച് മാത്രം വരുന്ന എക്സ്പെൻസുകളുണ്ട് നമുക്ക്. അതൊരു പർട്ടിക്കുലർ എമൗണ്ടും ആയിരിക്കും. ആ എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയാം. റെൻറ്റ്, ഇൻഷുറൻസ് ഒക്കെ നമുക്ക്, ഡിപ്രീസിയേഷനൊക്കെ നമുക്ക് എന്താണ്, ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. അതിനൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. അതൊരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക വേണ്ടി വരിക, പേ ചെയ്യേണ്ടി വരിക. അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയാം. അടുത്ത വേരിയബിൾ എക്സ്പെൻസസ്. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് മാറിക്കൊണ്ടേയിരിക്കും. വേരിയബിൾ എക്സ്പെൻസ്, ഇപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് വേരിയബിൾ എക്സ്പെൻസ് ആണ് അല്ലേ. കാരണം എന്താണ്, നമുക്ക് എല്ലാ മാസവും ഒരേ എമൗണ്ടിലുള്ള റോ മെറ്റീരിയലിനും പർച്ചേസ് ചെയ്യണം എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ കൂടും അല്ലേ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് കൂടും. അങ്ങനെ വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പവറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് വയ്ക്കാം ഇലക്ട്രിസിറ്റി എക്സ്പെൻസിനൊക്കെ, പക്ഷേ ഒരിക്കലും അതെന്തല്ല, ഫിക്സഡ് എക്സ്പെൻസ് അല്ല, അത് വേരിയബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ എക്സ്പെൻസസ്. സെമി വേരിയബിൾ എക്സ്പെൻസസ്, അതെന്താ സെമി വേരിയബിൾ എക്സ്പെൻസസ്? അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ സെമി വേരിയബിളിൽ കൊണ്ടുവരാമെന്ന് പറയാൻ കാരണം നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ഫാക്ടറിയിലെ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റി നമുക്ക് ഈ പറഞ്ഞതുപോലെ വേരിയബിൾ ആയിരിക്കും. കാരണം എന്താണ്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ചാർജസ് കൂടും അല്ലേ. അതേസമയം നമുക്കൊരു ഓഫീസിലൊക്കെ ആണെങ്കിൽ ഒരു 10-20 പേരുള്ളൊരു ഓഫീസാണ്, അവിടെ നമുക്ക് ഇത്ര AC ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ലൈറ്റ് ഉണ്ട്, ഇത്ര ഫാനുണ്ട് എന്ന് വെച്ചിട്ട് നമുക്കൊരു മിനിമം ഇത്ര ആയിരിക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സെമി വേരിയബിൾ എന്ന് പറയാം. അതിൽ നിന്നും ആ എക്സ്പെൻസിൽ നിന്നും എന്തിനാണ് ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റിങ്, അനലൈസിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കോർ എലമെൻസിനെല്ലാം ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ്, ഒരേ സംഗതികൾ തന്നെ എന്തിനാണ് ഇങ്ങനെ ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ് എന്ന് നമുക്ക് തോന്നാം അല്ലേ. പക്ഷേ അങ്ങനെയല്ല. ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ അത് സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്താൻ നമുക്കിത് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ടെലിഫോൺ ബില്ല് നമ്മളൊരു പ്ലാൻ എടുക്കുമല്ലോ ടെലിഫോൺ ബില്ലൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ 1000 രൂപയുടെ പ്ലാനാണ്. നമുക്ക് അതിലെന്ത് ചെയ്യാം, ആ പ്ലാനിനേക്കാൾ എമൗണ്ട് കൂടുകയോ അല്ലെങ്കിൽ പ്ലാനിൻ്റെ അത്ര തന്നെ യൂസേജ് എന്നോ വരാം. എങ്കിലും എന്ത് ചെയ്യും, ഒരു പ്ലാൻ നമുക്കുണ്ടാവും അതിന്. അപ്പോൾ അതാണ് സെമി വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെൻസസിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ. പിന്നെ അതിൻ്റെ നമുക്ക് എന്ത് പറയാം, ഫിക്സഡ് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, വേരിയബിൾ എക്സ്പെൻസും സെമി വേരിയബിൾ എക്സ്പെൻസും നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ ഇൻകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇൻകം ആണ് നമ്മുടെ അല്ലേ ഒരു എന്താ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ആണ് അല്ലേ. ഇൻകം ഈസ് ബേസിക്കലി ദ മണി ഓർ എക്കണോമിക് ബെനിഫിറ്റ് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഏൺസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് നമ്മൾ ഏൺ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ കം ഫ്രം വർക്ക്, ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഈവൻ ഇഫ് ഗിഫ്റ്റ്സ്. ഓക്കെ, അതെല്ലാം എന്താണ്, ഈ പറഞ്ഞ ഗിഫ്റ്റൊക്കെ ഇൻകം ആവുന്നത് പേഴ്സണൽ ബേസ് ആണ്. ഇതാണ് ബിസിനസ്സിന് എപ്പോഴും വരുന്നത് എങ്ങനെ തന്നെയാണ്, ബിസിനസ് ചെയ്തുകൊണ്ട് വരുന്ന, ട്രേഡ് നടത്തിക്കൊണ്ട് വരുന്ന ഇൻകംസാണ്. പിന്നെ എന്ത് വരും, ഗവൺമെൻറ് സപ്പോർട്ട് വരും അല്ലേ. നമുക്ക് സബ്സിഡികളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും നമുക്ക് എന്ത് കിട്ടും, ഇൻകമായിട്ട് വരും. ഇൻ എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടിങ്, ഇൻകം മീൻസ് എനി ഇൻക്രീസ് ഇൻ വെൽത്ത് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ മണി ടേംസ്. ഓക്കെ, മണി ടേംസിൽ നമ്മുടെ വെൽത്തിൽ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻകം എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് സോഴ്സിൻ്റെ ബേസിലാണെങ്കിൽ ഓപ്പറേറ്റ് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ഇൻകം എന്ന് നമുക്ക് പറയാം.
ദിസ് ഈസ് ദ ഇൻകം ഏൺഡ് ഫ്രം ദ മെയിൻ ഓർ റെഗുലർ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ ആൻ എൻ്റർപ്രൈസസ്. അതായത് റവന്യൂ എന്ന് പറഞ്ഞാൽ, റവന്യൂ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ് എന്താണോ, എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത്, എന്ത് ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡിങ് ആണോ, എന്താണോ അത് ചെയ്യുന്ന ആ ഇതിൽ നിന്നും വരുന്ന ആ പ്രോസസ്സിൽ നിന്നും വരുന്ന ഇൻകത്തെ നമുക്ക് എന്തെന്ന് പറയാം, ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സെയിൽസ് ഓഫ് സർവീസ് ഓർ പ്രോഡക്ട്സ് അങ്ങനെ വരുന്ന ഇൻകത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നമ്മൾ ഈ പറഞ്ഞ ബിസിനസ്സിലൂടെ അല്ലാതെ നമുക്ക് എന്ത് വരും, ഇൻകം വരും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കമ്മീഷൻസൊക്കെ കിട്ടാം അല്ലെ. ഇൻകം ഏൺഡ് ഫ്രം ആക്ടിവിറ്റീസ് നോട്ട് റിലേറ്റഡ് ദ മെയിൻ ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത രീതിയിൽ നമുക്ക് വരുന്ന ഇൻകത്തിന് നമുക്ക് എന്തെന്ന് പറയാം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ FD എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ഡിവിഡൻഡ്, പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. എപ്പോഴാണ് ഈ ഫിക്സഡ് അസറ്റുകൾ വയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരുന്നത്, നമുക്കതൊരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്ക് തന്നെ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മളൊരു അസറ്റ് മേടിക്കുന്നു, അസറ്റ് മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ എഴുതുകയാണ്. അതിന് ഇത്ര %, ഇപ്പോൾ 10% ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ 10,000 രൂപയുടെ ഒരു അസറ്റ് 10% ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 10 വർഷം കൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ കളയും. ഈ 10ാമത്തെ വർഷമാകുമ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂ ഇല്ല നമ്മുടെ ബാലൻസ് ഷീറ്റിൽ. പക്ഷേ എന്നാലും ആ അസറ്റ് അവിടെ എക്സിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കുക എന്ന് പറയും അല്ലേ, ആക്രിക്ക് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ കിട്ടുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ, അതെന്താണ്, നമ്മുടെ ഒരു പ്രോഫിറ്റാണ്. ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്നൊരു പ്രോഫിറ്റാണ്. അത് നമ്മുടെ ഇൻകമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻകത്തെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നമ്മുടെ മെയിൻ കോഴ്സ് ഓഫ് ബിസിനസ് ചെയ്യാതെ കിട്ടുന്ന ഇൻകത്തിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയാം. ഇനി ക്യാപിറ്റൽ ഇൻകം. എന്താണ് ക്യാപിറ്റൽ ഇൻകം? ഇൻകം റിസീവ്ഡ് ഫ്രം നോൺ റെക്കറിങ് ഒരു ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് തന്നെയാണ്. ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഇൻകത്തെ നമുക്ക് എന്തെന്ന് പറയാം, ക്യാപിറ്റൽ ഇൻകം എന്ന് പറയാം. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ ഷെയർസോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിൽക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം, ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വരുന്ന ഇൻകമാണ് ക്യാപിറ്റൽ ഇൻകം കേട്ടോ. അടുത്ത അക്വേർഡ് ഇൻകം. അക്വേർഡ് ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും, അക്വേർഡ് ഇൻകം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻകം തന്നെയാണ്. പക്ഷേ എന്താണ്, ഇൻകം നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല, ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ്, നോട്ട് യെറ്റ് റിസീവ്ഡ് എന്നാണ് അക്വേർഡ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ നമുക്കിപ്പോൾ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അത് കിട്ടേണ്ട പീരീഡായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ എമൗണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അക്വേർഡ് ഇൻകം എന്ന് നമുക്ക് പറയാം. ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. അപ്പോൾ അത് നമ്മൾ അക്വേർഡ് ഇൻകം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിക്കകത്തോട്ട് അതിനെ കൊണ്ടുവരും. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻകം കിട്ടാം. അപ്പോൾ അതാണ് അക്വേർഡ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് പറയുന്നത്. നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ നമ്മൾ ഏതെങ്കിലും നമുക്ക് വരാനുള്ള തുകയെ റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഡെഫേർഡ്. കാരണം നമ്മൾ നമ്മളതിനെ ലൈബിലിറ്റി ആയിട്ട് കണക്കാക്കുക. കാരണം എപ്പോഴാണോ എന്ത് ചെയ്യുന്നത് ആ പാർട്ടി തിരിച്ച് ചോദിക്കുന്നത്, നമ്മൾ അപ്പോഴതിനെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെ ഡെഫേർഡ് ഇൻകത്തിലാണ് നമ്മൾ പറയുന്നത്. അത് ഒരു ലൈബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, വീഡിയോ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഈ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക. റിയൽ ട്രാൻസാക്ഷൻസിലൂടെ അക്കൗണ്ടിങ് എങ്ങനെ വളരെ സിമ്പിളായി പഠിക്കാമെന്നുള്ള വീഡിയോ നമുക്ക് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.